ഇറാനെതിരായ ആക്രമണം 6-ാം ദിവസവും തുടരുന്നതായി US സെൻട്രൽ കമാൻഡ്. ഇന്ന് പുലർച്ചെയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. ഇറാൻ തുറമുഖങ്ങളെ ഉപരോധവും US സെൻട്രൽ കമാൻഡ് ശക്തമാക്കി. അതേസമയം മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ നീക്കിയ ടാങ്ക് US മെറൈൻ യൂണിറ്റ് തടഞ്ഞു. ഒമാൻ തീരത്ത് വെൻയാവോ എന്ന ടാങ്കറാണ് തടഞ്ഞത്. 3 കപ്പലുകൾ തിരിച്ചയച്ചതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാനെതിരായ ആക്രമണം 6-ാം ദിവസവും തുടരുന്നു. എന്താണ് വിവരങ്ങൾ? ഗോപിക, 6-ാം ദിവസവും അതിശക്തമായ ആക്രമണം തുടരുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് US സെൻട്രൽ കമാൻഡിന്റെ കൃത്യമായ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ ആക്രമണമാണ് തുടരുന്നത്. ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണ സംവിധാനങ്ങളും ഡ്രോൺ കേന്ദ്രങ്ങളും എല്ലാം തന്നെ, അതായത് സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുടർച്ചയായ 6 ദിവസവും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണ രീതി തന്നെയായിരുന്നു അമേരിക്ക തുടരുകയും ചെയ്തത്. അത് ഇന്നലെയും തുടർന്നു. ഇന്ന് പുലർച്ചെ 12:30 അതിശക്തമായ ആക്രമണം നടന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൃത്യമായ നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇറാനിലെ പോർട്ടുകളിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുകയാണ്. 3 കപ്പലുകൾ തടയുകയും മറ്റൊരു വെൻയാവോ എന്ന് പറയുന്ന ഇന്ന് അല്പസമയം മുമ്പ് ഗോപിക സൂചിപ്പിച്ച കപ്പൽ ഉപരോധം മറികടന്ന് വീണ്ടും മുന്നോട്ട് പോയ ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം ഉണ്ടായപ്പോൾ US മറൈൻ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെട്ട്, മറൈൻ എക്സ്പെഡീഷണറി ഫോഴ്സ് കൃത്യമായി ഇടപെട്ട് കപ്പലിനെ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലിൽ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ വിഭാഗം US സൈന്യം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ ഔദ്യോഗികമായ അറിയിപ്പിലും അതുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് തുടർച്ചയായ നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാവുക എന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല US സെൻട്രൽ കമാൻഡ് മറ്റു മുന്നൊരുക്കങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ US സെൻട്രൽ കമാൻഡ് പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായ ശക്തമായ സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരം സൂചനകൾ വീണ്ടും നൽകുന്നൊരു സംവിധാനം, അതായത് ടാങ്കറും അതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി കൃത്യമായി ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ നീക്കുന്നുവെന്ന സൂചന കൃത്യമായി നൽകുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.